പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു പുതിയ വചനഭാഗം നോക്കാൻ പോവാണ്. ഒരു വചനഭാഗം എടുത്തിട്ട് അതിനെ വളരെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ഈശോയെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിക്കാൻ നോക്കുവാണ്. 10 മിനിറ്റ് കൊണ്ട് നമ്മളൊരു 3 വചനഭാഗം നേരത്തെ ചെയ്തിട്ടുണ്ട്. എഫെസസ് 6 ചെയ്തിട്ടുണ്ട്, കൊളോസസ് 3 ചെയ്തിട്ടുണ്ട്, യോഹന്നാൻ 15 ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് അത് നോക്കണം. അത് നമ്മളെ ഇങ്ങനെ കുറച്ച് സമയങ്ങൾ കൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് വചനങ്ങളെല്ലാം കേട്ട് വിശദീകരിക്കപ്പെടാവേ. യെസ്, വചനം ഏതാണ്? 1 പത്രോസ് 5:2 നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്, ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. നമ്മൾ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്നത്, നമ്മളെ കേൾപ്പിച്ചേക്കുന്ന ഈശോ നമുക്ക് കേൾപ്പിച്ചേക്കുന്ന ആൾക്കാരെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് ആരുടെ നിർബന്ധം കൊണ്ടാണോ? എന്നെ ഇങ്ങനെ നമ്മളെ രണ്ട് വർഷത്തേക്ക് നമ്മളൊരു ശുശ്രൂഷ ഏൽപ്പിച്ചു, നമ്മളൊരു മിനിസ്ട്രിയിൽ അംഗമാണ്, ആരുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്? കർത്താവ് നോക്കുന്നുണ്ട്. വചനം പറയുവാണ്, അങ്ങനെ ആയിരിക്കരുത്, ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ഞാൻ 1:6 അവിടുന്ന് ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്നത് കേൾക്കുന്നവനുമാണ്. ഈശോ ഹൃദയത്തെ അറിയാം. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആരുടെയെങ്കിലും നിർബന്ധമാണോ കിടക്കുന്നത്? വചനം പറയുന്നത് നിർബന്ധം കൊണ്ട് ആയിരിക്കരുത് നീ ശുശ്രൂഷ ചെയ്യേണ്ടത്, ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. പിന്നെ പറയുവാണ്, ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. തീഷ്ണതയോടെ ആയിരിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലാഭേച്ഛ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈശോയ്ക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്താലും എനിക്കതിന് ലാഭം ഉണ്ടാവും, അല്ലേ? ചിലപ്പം ആൾക്കാർ നമ്മളെ പൊക്കി പറയുന്നത് കേൾക്കാനുള്ള സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ കാശിൻ്റെ ലാഭമായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അംഗീകാരം കിട്ടുന്നതായിരിക്കാം. ഇങ്ങനെ ലാഭങ്ങളുണ്ട്, എല്ലാത്തിനും ലാഭമുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ലാഭമാണോ എന്നെ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്? ഈശോയെ ഞാൻ ഇൻട്രസ്ട്രക്ഷൻ മിനിസ്റ്റർ ആളാണെങ്കിലൊക്കെ എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് ലാഭമാണോ? ഈ ആൾക്കാരുടെ ഒരു അംഗീകാരവും കിട്ടുന്ന പൈസയും ഇതൊക്കെയാണോ എൻ്റെ ഫോക്കസ്? ലാഭമാണോ എൻ്റെ ഫോക്കസ്? വചനം പറയുന്നു, ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. തീഷ്ണത പിന്നെ റോമ 10:8 പറയില്ലേ, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യും. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യും. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യും. ഈ ഒരു തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീഷ്ണതയോടെ ആയിരിക്കണം എൻ്റെ ശുശ്രൂഷ. തീഷ്ണത എന്ന് പറഞ്ഞാൽ ഇവിടെ ചാടി എനിക്ക് അടുത്ത ശുശ്രൂഷയാണ്, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ഇനിയും ചെയ്യണം എന്നൊരു സാധനം എനിക്കുണ്ടോ? അതോ എൻ്റെ ഉള്ളിൽ ഇനി ഇത് ചെയ്താൽ എനിക്കിത് ലാഭം കിട്ടും, കുറച്ചുകൂടെ ചെയ്താൽ എനിക്കിത് ലാഭം കിട്ടും, ഇതാണ് എൻ്റെ ഫോക്കസ് പോകുന്നത്. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. വചനം പറയുന്നു, അജഗണങ്ങളുടെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, ദൈവത്തെ പ്രതി അവർക്ക് സന്മാദം നൽകിക്കൊണ്ടായിരിക്കണം. അജഗണത്തിന് മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാദം നൽകിക്കൊണ്ടായിരിക്കണം. ഞാനിങ്ങനെ റൂൾ ചെയ്താണ് പൊക്കൊണ്ടിരിക്കുന്നത്, അതോ ഞാൻ അവർക്ക് ഒരു മാതൃക നൽകുന്നുണ്ടോ? എൻ്റെ ലൈഫ് കാണുമ്പം അവർക്കൊരു മാതൃക കിട്ടുന്നുണ്ടോ? പണ്ടൊരു പയ്യൻ അവരിങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിരിക്കുക. അവനിങ്ങനെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ അങ്ങനെ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ധ്യാനം കൂടാൻ വന്ന പിള്ളേർ വിചാരിച്ചു ഉമ്മയൊക്കെ ദേഷ്യക്കാരനായിരിക്കും. അപ്പോഴേക്കും ഇവന്മാർ പോയിട്ട് അവിടെ പോയിട്ട് അലമുണ്ടാക്കി. ആ ധ്യാനം ആലംബിക്കാൻ വേണ്ടി ഇവന്മാരിങ്ങനെ കുറേ അവിടെ ചപ്പൊക്കെ വലിച്ചു വലിയെറിയുക. അപ്പം ഈ പ്രോഗ്രാമിൻ്റെ വോളണ്ടിയർ ചെയ്യുന്ന വേറെ ആൾക്കാർ ഇവനെ പോയി വിളിച്ചു. ഇവനാണ് കോർഡിനേറ്റർ. ഇവനെ പോയി വിളിച്ചു പറഞ്ഞു, ചേട്ടാ അവിടെ കുറേ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് പോയി തീർക്കണം ചേട്ടാ, ചേട്ടാണെന്ന് ദേശീയക്കാരനാണോ, ഞങ്ങൾ കൂടെ നിൽക്കുക, വരാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇവൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇവനവിടെ ചെന്നപ്പം ഈ പിള്ളേരോട് അലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ പിള്ളേർ വിചാരിച്ചു, കൂടെ വന്ന വോളണ്ടിയേഴ്സ് പിള്ളേർ വിചാരിച്ചു, ഇപ്പോൾ ചേട്ടൻ കയറി അങ്ങ് പറഞ്ഞോളും, ചേട്ടൻ കയറി അവിടെ ശരിയാക്കുന്ന ഓർത്ത് അവന്മാരിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഉടൻ തന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്തു. ചേട്ടൻ നേരെ ഇവർ ചപ്പ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ചേട്ടൻ നേരെ ഇരുന്നിട്ട് അവിടെയുള്ള ഓരോ ചപ്പുകളിങ്ങനെ വാരി കൊട്ടയിലിടാൻ തുടങ്ങി. ഓരോ ചപ്പ് വാരി കൊട്ടയിലിട്ടിട്ട് പുള്ളി ലാസ്റ്റ് പറഞ്ഞു, മോനെ പിന്നെ മക്കൾക്ക് സമാധാനമാകുമ്പോൾ ധ്യാനം കൂടിയാൽ മതി, മക്കൾ വാരി ചപ്പല്ല ഞാനിങ്ങനെ വാരി ഇട്ടിട്ടുണ്ട്, ഇനി ചപ്പ് വാരി കളയണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വാരി കളഞ്ഞു, പക്ഷേ മക്കൾ ധ്യാനം കൂടെ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. പിള്ളേരങ്ങോട്ട് അയ്യടാന്നായി. പിള്ളേരിത് കണ്ടപ്പോഴേ ഒരു ഭയങ്കര മാതൃക കാണുക. പിള്ളേർ ദേഷ്യപ്പെടാതെ പോയിട്ട് ഇങ്ങനെ ചപ്പൊക്കെ വാരി കൊടുത്ത് പുള്ളി അങ്ങ് പറയുവാണ്, മക്കൾ ധ്യാനം കൂടണം എന്ന് പറയുവാണ്. പയ്യന്മാർ ശാന്തമായിട്ട് പോയി ധ്യാനം പോയി കൂടി. സോ ഇവിടെ വേണമെങ്കിൽ ഇവന് ആധിപത്യം ചെയ്യാം, ഈ കോർഡിനേറ്റർക്ക് ആധിപത്യം ചെയ്യാം. പക്ഷെ ആധിപത്യമല്ല പുള്ളി സന്മാതൃക നൽകി. അപ്പോൾ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ സന്മാതൃക കൊടുക്കുന്നുണ്ടോ, അതോ ആധിപത്യമാണോ ഞാൻ ചെയ്യുന്നത്? വചനം പറയുന്നു, ആധിപത്യം കൊണ്ടല്ല, സന്മാതൃക നൽകിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുക. പിന്നെ മുമ്പോട്ട് പോവുക. വചനം പറയുവാണ്, യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും
വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 3:18 എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമാവും. എത്രമാത്രം ഉന്നതനാണ് അത്രമാത്രം വിനീതനാവുക. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ഒരു അങ്കി അണിയാനാണ് പറയുന്നത്, വിനയത്തിന്റെ അങ്കി അണിഞ്ഞ് ശുശ്രൂഷിക്കാനാണ് പറയുന്നത്. ഞാനൊരു ഉടുപ്പ് ധരിക്കാൻ പോവാണ്, വിനയത്തിന്റെ ഉടുപ്പ് ധരിച്ചാൽ പിന്നെ ഫുൾ വിനയമായിരിക്കണം. അതായത് ഇങ്ങനെ ഈശോയിൽ നിറഞ്ഞൊരു ശുശ്രൂഷയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ നിങ്ങളെ അനുകരിക്കുന്നതിന് വേണ്ടി ഞാൻ മാതൃക നൽകുന്നു എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എനിക്ക് എൻ്റെ ഈ എളിമയോടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈശോ പറയുവാണ്, നീ ചെയ്യേണ്ട സാധനം പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. അഹങ്കാരികളെ ഞാൻ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. എളിമയില്ലാന്നുണ്ടെങ്കിൽ ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് എളിമയിൽ ഇങ്ങനെ എളിമ നിറയുക. നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനും എല്ലാവരുടെയും ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ നൽകാനും മനുഷ്യപുത്രൻ വന്നതുപോലെ തന്നെ ഈശോയെ നോക്കി എളിമപ്പെട്ട് ശുശ്രൂഷ ചെയ്യാൻ പലതും പറയുന്നു. പിന്നെ മുമ്പോട്ട് പോകണം. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നമ്മൾ ഈ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ നമുക്കിങ്ങനെ എനിക്കിപ്പോൾ ആൻസർ വേണം എന്ന് പറഞ്ഞ് എനിക്ക് വിഷയം ഉണ്ടാക്കാം. കർത്താവിനടുത്ത് വിഷയം എന്ത് പരിപാടി എന്താ ഒന്നും നടക്കുന്നില്ലല്ലോ, ഞാൻ എത്ര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, എന്താ എനിക്ക് റിസൾട്ട് ഉണ്ടാവാത്തെ, എന്താ ഇത് സംഭവം, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വരുന്നില്ലല്ലോ. ഞാൻ പറയുവാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടെ ഉയർത്തിക്കൊള്ളും. നമുക്കിങ്ങനെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമേ അതുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുവാണ്. അതുണ്ടെന്നുള്ളവനിങ്ങനെ അങ്ങനെ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഇത്തിരി വിഷയമാണെന്നുണ്ടെങ്കിലും അവനറിയാം ഒരു സമയത്ത് അത് ക്രമീകരിക്കപ്പെടും. അത് കർത്താവ് നയിക്കുന്നതല്ലേ, അത് ക്രമീകരിക്കപ്പെടും എന്നൊരു കാര്യം അവനറിയാം. അവൻ അങ്ങനെ പ്രക്ഷുബ്ധനാകത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ അവനറിയാം, ഞാൻ ഈശോയുടെ കരത്തിന് കീഴിലാണ്, അവനോട് താഴ്മയോടെ നിൽക്കും. ദൈവം തക്ക സമയത്ത് അവനെ ഉയർത്തും. ഇതൊരു ശക്തമായ വചനമാണ്. നമുക്കത് പറ്റണം. അതിങ്ങനെ ഈ വചനം ഇങ്ങനെ ഓർത്താൽ മതി. ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് കർത്താവിൻ്റെ കരം കൊണ്ട് ഇങ്ങനെ നമ്മുടെ മേളിൽ നിൽപ്പുണ്ട്. ശക്തമായ കരത്തിന് കീഴിൽ ദൈവമാണ് എന്നെ മേളിൽ പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈശോ കാണുന്നുണ്ട്. അവിടുന്ന് തക്ക സമയത്ത് തന്നെ ഉയർത്തിക്കോളും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മൾ നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. എന്നിട്ട് പിന്നെ പറയുവാണെങ്കിൽ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോ ഇങ്ങനെ പിടിച്ചേക്കുമല്ലേ, കർത്താവിൻ്റെ കയ്യിലോട്ട് ഈ ഉത്കണ്ഠ എല്ലാം കൊടുക്കുക. ഈശോ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, ഈശോ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ അവിടെ നിൻ്റെ വചനം പറയുന്നു, യെശയ്യാ 56:8, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണീട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ അലച്ചിൽ ഞാനിങ്ങനെ വിഷമിച്ചിട്ടേ ഇങ്ങനെ അലയുന്നതും ഞാനിങ്ങനെ ശ്വാസം വലിക്കുന്നതും എൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഞാൻ പരാതി പറയുന്നതും എൻ്റെ വിഷമവും എല്ലാം ഈശോ കാണുന്നുണ്ട്. അവിടുന്ന് നിന്റെ അലച്ചിൽ എണ്ണീട്ടുണ്ട്, കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം ഈശോ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നൊരു ബോധമുള്ളവൻ അവൻ അങ്ങനെ പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. അവൻ അറിയാം, ഈശോ അറിയുന്നുണ്ട്, ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ചിലപ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കുമായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വീട്ടിൽ പറയും, ഈശോയെ ഞാൻ സമർപ്പിക്കുവാണ് ഈശോയെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരിക്കും. അവർ കർത്താവിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്ന കാണാം. ഇങ്ങനെ വന്ന് കിടക്കും, പരിപൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് ഇങ്ങനെ സമർപ്പിച്ച് കിടക്കുന്ന കാണാം. അങ്ങനെ കിടന്നു കഴിയുമ്പോൾ ഈശോയുടെ കയ്യിലോട്ട് കിടക്കുവാണല്ലോ, മടിയോട്ട് കിടക്കുവാണല്ലോ. അവർക്കറിയാം ഈശോയുടെ സമയത്ത് ഈശോ അതിനെ ഉയർത്തുമെന്നും ഉള്ള കാര്യങ്ങൾ അവർക്കറിയാം. ആ ഒരു ആശ്രയത്വം കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. വചനം പറയുവാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, എപ്പോഴും ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ശത്രുവായ പിശാച് എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കണം. ഏത് സമയത്തും അവനെ അറ്റാക്ക് ചെയ്യാം, അല്ലേ? ഏത് സമയത്തും പാപത്തിന്റെ സാഹചര്യങ്ങൾ വരാം, ഏത് സമയത്തും മോശപ്പെട്ട ടെംപ്റ്റേഷൻസ് വരാം. നിങ്ങൾ സമചിത്തത്തോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങൾ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു പയ്യൻ ഒരു നെഗറ്റീവ് സാധനം കാണിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതല്ലെങ്കിലും ചില ആൾക്കാർ എപ്പോഴും ഇവനിങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ഇവൻ കറങ്ങി നടപ്പെന്നുള്ളതിൻ്റെ ഒരു ഉണർന്നിരിപ്പ് നമുക്ക് കാണാം. സമചിത്തത്തോടെ ഉണർന്നിരിക്കണം. ആ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ Efesos 4:20 പറയുന്നത്, സാത്താൻ നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താൻ ഇങ്ങനെ ഈ അലറിക്കൊണ്ട് നടപ്പെടണമെന്നുള്ളൊരു കാര്യം ഉള്ളിലുണ്ട്. 1 Yohana 4:4 ഇതിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവൻ അങ്ങ് ശക്തനാണ്. ഇങ്ങനെ കറങ്ങി നടക്കുന്ന പിശാചുള്ളപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്. 1 Corinthians 10:13 പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട ശക്തിയും ഞാൻ തരും. അപ്പം പിശാച് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്, പക്ഷേ അലറി നടപ്പുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഉള്ളിലുണ്ടാവണേ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. എന്നിട്ട് പറയുകയാണ്, വിശ്വാസത്തെ ഉറച്ചു നിന്നാണ് എതിർക്കുന്നത്. എൻ്റെ ഈശോ ഉള്ളിലുണ്ട്
ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ഒന്നിനും എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ എതിർക്കുവിൻ. എന്നിട്ട് പറയുവാണ്, ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരനിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. നമ്മൾ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിനെ, ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അതിങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമേ. ചിലപ്പോൾ നമ്മളെ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ പോകുന്ന സമയങ്ങളുണ്ടായിരിക്കാം. ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയം, അല്ലെങ്കിൽ ലൈംഗികമായ പല വിഷയങ്ങൾ വന്നിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സമയം. പക്ഷേ വചനം പറയുവാണ്, നീ ഇങ്ങനെ ഉണർന്നിരിക്കുവാൻ. അപ്പം നിന്റെ സഹനം അതിങ്ങനെ ലോകമെങ്ങുള്ള എല്ലാ സഹോദരരിൽ നിന്നും ഈ സഹനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈശോയോട് കൂടെ നിൽക്കാൻ വേണ്ടി നമ്മൾ ഇടപെട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നതും അതെല്ലാം എല്ലാവരിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ ഒരു ഈശോ സഹിച്ച പുരുഷൻ്റെ പീഡകൾ നമ്മൾ സഹിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. യേശു ആ ഒരു കാര്യം. എന്നിട്ട് ബാക്കി പറയുവാണ്, തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം അല്പകാലത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ പൂർണ്ണനാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തനാക്കുകയും ചെയ്യും. നമ്മൾ നമ്മുടെ ലൈഫിൽ ഈ സഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഈ സഹനങ്ങൾ എന്തോ ആവട്ടെ, ചിലപ്പം ഈ മോശമായ വീഡിയോസ് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം, ആൾക്കാർ നമ്മളെ തിരി പറയുന്നതായിരിക്കാം, ടെംപ്റ്റേഷൻസ് വരുന്നതായിരിക്കാം, കടബാധ്യത ഭാരം വരുന്നതായിരിക്കാം. എപ്പോഴും ഉണർന്നിരിക്കണം. പരാതി പറയാതെ, ദേഷ്യപ്പെടാതെ, തെറി പറയാതെ, മോശപ്പെട്ട വീഡിയോസ് കാണാതെ, ഇതിനെ ഇങ്ങനെ ഈ വിശുദ്ധി ഇങ്ങനെ ഹൃദയവിശുദ്ധിയുടെ ഒരു ഭാഗ്യമെന്ന ദൈവത്തെ വിശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധി ഇങ്ങനെ പോകാതെ കാത്തു സൂക്ഷിച്ച് വിശ്വാസത്തിൽ ഈശോ എൻ്റെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിച്ച്, 1 റോമർ 3:16 നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് വസിക്കുന്ന നീ അറിയുന്നില്ലേ, ഈ വചനത്തെ വിശ്വസിച്ച് അതിനെ എതിർക്കുന്ന സമയത്ത് വചനം പറയുവാണ്, അല്പകാലത്തെ സഹനത്തിന് ശേഷം ദൈവം നിന്നെ പൂർണ്ണനാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തനാക്കുകയും ചെയ്യും. ഈ വചനങ്ങൾ 1 പത്രോസ് 5 തൊട്ടുള്ള വചനങ്ങൾ ഇങ്ങനെ വായിച്ച് നമുക്കിങ്ങനെ ശക്തി പ്രാപിക്കാം. ആമേൻ.